നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസ് വിധി പറഞ്ഞു. വിധി വന്നപ്പോൾ കേരളം സത്യത്തിൽ ഞെട്ടിപ്പോയി. കേരളം പ്രതീക്ഷിച്ചിരുന്നത് നടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയ ഗൂഢസംഘം ശിക്ഷിക്കപ്പെടും എന്നായിരുന്നു. പക്ഷേ ശിക്ഷിക്കപ്പെട്ടില്ല. 8ാം പ്രതി ദിലീപ് കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് അദ്ദേഹത്തെ. കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്ന സമയത്ത് ഇയാൾ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നതിന് തെളിവില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ കേസിൽ ഗൂഢാലോചന നടന്നു എന്ന് കോടതി സ്ഥിരീകരിക്കുകയും 6 പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്, ആരാണ് പിന്നെ കൊട്ടേഷൻ കൊടുത്തത്? ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് കൊടുത്തു? ഗൂഢാലോചന നടന്നു എന്ന് കോടതി പറഞ്ഞാൽ ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയും കോടതിക്കുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരാക്കിയില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്പെടാം, ഇതിൻ്റെ തെളിവ് എവിടെ എന്ന്. പക്ഷെ അതിന് പകരം പ്രതി കോടതിയിൽ വന്ന സമയത്ത് പ്രതിയെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച ഒരു ജഡ്ജിയിൽ നിന്ന്, ചില മജിസ്ട്രേറ്റിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഈ വിധി കേരളത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമാണ്, അതോടൊപ്പം തന്നെ സങ്കടകരവും കൂടിയാണ്. ഇതിനല്ല കേരളം അതിശക്തമായിട്ട് ഇത്രയും കാലം യുദ്ധം ചെയ്തിരുന്നത് നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസന്വേഷണത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന മുൻ DGP B. സന്ധ്യ പറഞ്ഞത് ഗൂഢാലോചന തെളിയിക്കൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ്. ഇന്ദിരാഗാന്ധി ഈ കൊല ചെയ്യപ്പെട്ട കേസിൽ പോലും ഗൂഢാലോചന തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് അവർ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ചോദ്യം, നമ്മളുടെ മുന്നിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കേസാണ് ശബരിമല കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയും. അതിൽ 2 പ്രമുഖരായവരെ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ 2 മുൻ പ്രസിഡൻറ്റുമാരെ കോടതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ നേരിട്ട് അറസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. ഈ അറസ്റ്റ് ചെയ്തപ്പെട്ടവരും ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നാണ് SIT പൊതുസമൂഹത്തോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചന തെളിയില്ല എങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ പത്മകുമാറിനെയും വാസുവിനെയും വെറുതെ വിടുമോ? അങ്ങനെയാണെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തന്നെ എന്താണ് പ്രസക്തി എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ച സംഭവം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ, പണത്തിൻ്റെ കോടികളുടെ ഒഴുക്കുകൾ, ഇതുകൊണ്ടൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും കേസ് അട്ടിമറിക്കപ്പെടും എന്ന് കരുതിയപ്പോഴും അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കെന്ന്. പക്ഷേ ഇപ്പോൾ ദിലീപ് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നാണ്. അതിനെക്കുറിച്ചും DID ചോദിച്ച സമയത്ത് DIG പറഞ്ഞത്, കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രതി ആരായാലും പരിഭ്രമമില്ല എന്നാണ്. പക്ഷേ മജിസ്ട്രേറ്റിന് പരിഭ്രമമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ദിലീപ് കോടതിയിൽ വരുമ്പോൾ ദിലീപിനെ എഴുന്നേറ്റുന്ന ഒരു തൊഴുതു എന്നുള്ളതാണ്. അതും കണ്ട് കേരളം അമ്പരന്നതാണ്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ല എന്ന് കോടതി പറയുമ്പോഴും കോടതിയുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് നടിയെ തട്ടിക്കൊണ്ടുപോകാനും ബലാത്സംഗം ചെയ്യാനും അതിൻ്റെ ചിത്രങ്ങളെല്ലാം ചിത്രീകരിക്കാനുമുള്ള കൊട്ടേഷൻ നൽകിയത്? ആര്? ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര്? ഈ ചോദ്യത്തിന് ഉത്തരം കോടതി കണ്ടെത്തുകയോ കോടതി വഴി കണ്ടെത്തപ്പെടുകയോ ചെയ്യേണ്ടതാണ്. അത് നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകും, അപ്പീൽ പോകും, ഞങ്ങൾ അതിജീവിതയ്ക്ക് ഒപ്പം. കൊള്ളാം, അതൊക്കെ നല്ല വാചകങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ 7 വർഷങ്ങളായി ഇത്തരം സാധ്യതകൾ സർക്കാരിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഗൂഢാലോചന കേസുകൾ എല്ലാ കാലത്തും പലതരത്തിലുള്ള സ്വാധീനങ്ങളാലും സമ്മർദ്ദനങ്ങളാലും ഗൂഢാലോചനക്കാർ അട്ടിമറിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ഇല്ലാതാക്കപ്പെടുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ബാബറി മസ്ജിദ് സംഭവം, അതേപോലെ ഗോദ്ര സംഭവം, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ഗൂഢാലോചനക്കാർ ആര്, അത് കണ്ടെത്താനായിട്ട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനക്കാരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഗൂഢാലോചന നടത്തുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള രീതി, അവരെ സംരക്ഷിക്കുന്ന തരത്തിൽ നമ്മുടെ കോടതികളുമായി ബന്ധപ്പെട്ട കീഴ്വഴക്കങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് സർക്കാരിനെ നേരത്തെ അറിയാൻ കഴിയുന്നതായിരുന്നു. ആ ജാഗ്രത സർക്കാർ പുലർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അപ്പീൽ പോവും എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പീൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, ആ ജാഗ്രത പുലർത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല എങ്കിൽ. അത് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം നീതിപൂർണമായിട്ടുള്ള വിധി ലഭിച്ചു എന്ന് തോന്നണം എങ്കിൽ അത് കൃത്യമായിട്ടുള്ള നീതി നിർവഹണം നടപ്പിലാക്കപ്പെടുന്നത് മാത്രമല്ല, നീതി നിർവഹണം കൃത്യമായി നടത്തപ്പെട്ടു എന്ന് സമൂഹത്തിന് ബോധ്യമുണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ സമൂഹത്തിന് ആ ബോധ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാർ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് എത്രമാത്രം ആളുകൾക്ക് സ്വീകാര്യമാവും എന്നെനിക്കറിയില്ല. ജനങ്ങൾക്കൊറ്റ കാര്യമേ ഇപ്പോഴും ചെയ്യാനായിട്ട് കഴിയുള്ളൂ, അതിജീവിതക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം മറ്റ് പല കേസുകളിൽ നിന്നും ഈ കേസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, പീഡിപ്പിക്കപ്പെടുന്നവർ ഇരകളായി മാത്രം ഒതുങ്ങുമ്പോൾ ഈ കേസിൽ ഇര എന്നതിനപ്പുറം അതിജീവിതയായി പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് ഇതിലെ നടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഹെമിംഗ്വേയുടെ ഒരു നോവലുണ്ടല്ലോ, ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയും. ആ ഓൾഡ് മാൻ ആൻഡ് സീയിൽ ഹെമിംഗ്വേ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മെൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് കനോട്ട് ബി ഡിഫീറ്റഡ് എന്നാണ്. മനുഷ്യനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നശിപ്പിക്കാം, പക്ഷേ അവനെ തോൽപ്പിക്കാനാവില്ല. ഈ അതിജീവിതയെ നിങ്ങൾക്ക് നശിപ്പിക്കാം, പക്ഷേ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. അത് മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരു ഊർജമാണ്, മനുഷ്യത്വത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഊർജ കേന്ദ്രം. അതൊരു കാലത്തും നശിപ്പിക്കപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. ഇവിടെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുവെച്ചാൽ വളരെ വ്യക്തമായിട്ടും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി എന്നാണ് മുൻ DGP ആയിട്ടുള്ള വി സന്ധ്യ പറയുന്നത്. അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ എവിടെ? ആ തെളിവുകൾ എന്തുകൊണ്ട് മജിസ്ട്രേറ്റ് കണ്ടില്ല? ആ ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ വരുന്ന സമയത്ത് ചോദിക്കാം. പക്ഷെ പ്രശ്നം, ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ കേസ് ആര് വാദിക്കും? കാരണം കേസ് വാദിക്കുന്ന വക്കീലുകൾ മാത്രമാണ് ഇനി അവിടെയാണ്, സാക്ഷി വിസ്താരങ്ങളൊന്നും ഉണ്ടാവില്ല. ഹൈക്കോടതിയുടെ മുന്നിലും പിന്നെ സുപ്രീം കോടതിയുടെ മുന്നിലൊക്കെ പോകുന്ന സമയത്ത് ഇനി വക്കീൽമാർ തമ്മിലുള്ള മത്സരമാണ്. അവിടെ ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരെ അവതരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും പ്രതികൾ തയ്യാറാവും. എത്ര കോടി കൊടുത്താലും അവർ കൊണ്ടുവരും. ഹാരി സാൽവെ പോലെയുള്ള വക്കീൽമാർ കോടതിയിൽ ഒരു പ്രാവശ്യം ഹാജരാകുന്നതിന് 20 ലക്ഷമാണ് അവരുടെ ഫീസ്. അത്തരം വക്കീലന്മാർ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുമ്പോൾ വാദിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ടി അതുപോലത്തെ ഒരു വക്കീലിനെ നിങ്ങൾ കണ്ടെത്തുമോ? സർക്കാരിനോടുള്ള നമ്മുടെ ചോദ്യം അതാണ്. അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവരോടുള്ള ചോദ്യം അതാണ്. അങ്ങനെ അത് കണ്ടെത്തുകയും ഈ കേസിൻ്റെ ശരിയായിട്ടുള്ള വിഷയം എന്നുവെച്ചാൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ കൊട്ടേഷൻ കൊടുത്തതെന്നുള്ളത്, ദിലീപ് അല്ലെങ്കിൽ വേണ്ട വേറെ ആര്, അത് കൃത്യമായിട്ട് ഈ സമൂഹത്തോട് പറയാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മുടെ നീതിപീഠത്തിനുണ്ട്, നമ്മുടെ സർക്കാരിനുമുണ്ട്.